ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് April 22 ഇരുപത്തിരണ്ടാം തീയതിയുള്ള നമ്മുടെ മാർക്കറ്റിന്റെ ജേർണലിംഗ് ആണ്. ഓക്കെ, അന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതാണ്. അതായത് ഇന്നലെ നമ്മൾ മോർണിംഗ് മാർക്കറ്റ് വ്യൂ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇന്നിപ്പോ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് മന്ത്ലി ടൈം ഫ്രെയിം വരുന്നത്. ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു റിയാക്ഷന്റെ ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻ. ഇപ്പോൾ ഇവിടെ ഒരു ഇത് 1 മന്ത് ആണ്. ഇത് 1 വീക്കിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. സോ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു MSS വന്നിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഇനിയും ഹൈ ഔട്ട് പോകുന്നല്ല, ഒരു ഡൗൺ സൈഡ് ആണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉള്ളത്. ഡൗൺ സൈഡ് ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് നോർമലി ഉള്ളത്. വൺഡേ എടുക്കാം. വൺഡേയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് SMC ഇൻഡ്യൂസ്മെന്റ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എന്താണ് ഒരു ഇത് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അടുത്തൊരു ഡിമാൻഡ് കിട്ടുന്ന ഏരിയ, സോറി സപ്ലൈ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതിനുശേഷമുള്ള മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സഡൻ ആയിട്ട് ഫാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് ഈ പറയുന്ന ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ് ഒക്കെ ഉള്ളത്. അപ്പൊ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ അവറിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്ത് സഡൻ ആയിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കിയാല് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൗൺ സൈഡ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നേ, ഇവിടെ നിന്ന് ഇതൊരു ലിക്വിഡിറ്റി ആണെന്നും ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി ആ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മൾ ഇതുവരെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം, ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ടാർഗറ്റ്, ഇതിന് ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഏകദേശം ഈ റേഞ്ചിലോട്ട് ടാർഗറ്റ് ചെയ്ത് ആ ഒരു ട്രേഡ് ഒരു $72 പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഏകദേശം ഇവിടെ നിന്നാണ് ഒരു എൻട്രി കിട്ടിയത്. നോർമലി ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്, പക്ഷെ അവിടെ നിന്ന് എൻട്രി മിസ്സായി. എൻട്രി മിസ് വെച്ചോ ഓർഡർ ബ്ലോക്ക് റീച്ച് ചെയ്തില്ല. അതിനുശേഷം പാള് സ്റ്റാർട്ട് ചെയ്തെടുത്തു. ഇവിടെ 21 ജേണലിൽ 21 ഏപ്രിലിലെ ജേണൽ നോക്കിയാൽ ഇതിന്റെ എക്സാക്ട് അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം ഇന്നലെ മാർക്കറ്റ് ഏകദേശം നിന്നത് ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ, അതായത് ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, മാർക്കറ്റിലെ ഇന്നലത്തെ 22 മാർക്കറ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്തത്. അതിൽ നമ്മളുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് ആയിരുന്നു. ഡൗൺ സൈഡിലോട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് മേജർ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു. നമുക്ക് 4 അവറില് ഇനി ഇൻ കേസ് ഒരു അപ്സൈഡ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈം ഡൗൺ സൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇത് ഇൻഡ്യൂസ്മെന്റ് ആയി എടുത്ത് ഇതിന്റെ ഒരു താഴെയുള്ള ഓർഡർ ബ്ലോക്കിലോട്ട് വരാം. നമുക്ക് ഇവിടെ ഒരു ഇമ്പൾസീവ് അല്ലെങ്കിൽ ഒരു ഹൈ ഡിമാൻഡ് ഏരിയ കാണാം അല്ലെ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയ. അപ്പൊ സോ ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമില് വൺ ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു നല്ല രീതിയിലുള്ള അപ്പ് ട്രെൻഡ് അപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഇതിന്റെ ഒരു 50% എന്ത് ചെയ്യും, മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിന്റെ ഒരു 50% എന്ന് പറയുമ്പോൾ നിയർ ബൈ ഇയർ റേഞ്ച് ആണ്. ഇൻ കേസ് മാർക്കറ്റിന് അപ്പിലോട്ട് പോകണമെങ്കിൽ മേജർ ആയിട്ട് വരേണ്ട 2 ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കും, രണ്ടാമത്തത് ഈ ഒരു 50%-ന്റെ താഴെ ഇവിടെയുള്ള ഏതെങ്കിലും PDRA എന്നൊക്കെ ആയിരിക്കും. ഇപ്പൊ മോസ്റ്റ്ലി ചിലപ്പോൾ
ഈ ഒരു ഏരിയ ആയിരിക്കും. ഇൻ കേസ് മാർക്കറ്റ് അപ്പിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിലും വരേണ്ടതായിട്ടുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ, രണ്ട് മേജർ ആയിട്ടുള്ള ഏരിയ. ഇവിടെ വന്ന് റിയാക്ട് ചെയ്തിട്ടായിരിക്കണം മാർക്കറ്റ് എന്ത് ചെയ്യാന്നുണ്ടാവുക, ഇത് ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലോട്ടുള്ള റാലി തരേണ്ടതായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നത് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ ഏറ്റവും മിനിമം വരും, ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ വരും എന്നുള്ളതാണ്. പക്ഷെ മാർക്കറ്റ് അതുപോലെ വന്നിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് എൻട്രീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു എൻട്രി പോലും നമുക്ക് കിട്ടിയില്ല. 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഇന്നലെ എങ്ങനെയാണ് ഈ ഒരു ഡൗൺ സൈഡ് നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചാല്, ഇതാണ് ഈ കംപ്ലീറ്റ് സ്വിങ്. ഇതിന്റെ കംപ്ലീറ്റ് സ്വിങ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് വരെ വരും. ഇതിന്റെ 50%, ഇതാണ് അതിന്റെ ഒരു 50%. ഓക്കെ, ഈ ലെഗിന്റെ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ എന്തായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് താഴെ വന്ന് ഇവിടെ ബിയോസ് ചെയ്യുന്നു. സോ ഇത് ബിയോസ്. സോ ഹൈറ്റ് ലോ അല്ലെങ്കിൽ ഹൈറ്റ് ലോ ഫിബ് വരയ്ക്കുമ്പോൾ 50% ഇതാണ്. സോ ഇന്നലെ മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആന്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മേജർ ആയിട്ടുള്ള രണ്ട് ഇതാണുള്ളൂ. ഞാൻ ആ ഒരു വീഡിയോയിൽ അത് വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഡൗൺ സൈഡ് ഫാൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ 50% റീച്ച് ചെയ്തിട്ട് ഡൗൺ സൈഡ് ഫാൾ ചെയ്യുന്നു. സോ ഇവിടെ മാർക്കറ്റ് സംഭവിച്ചത്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, നേരെ 50% അത് ബ്രേക്ക് ചെയ്തെടുത്തു. അഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അത് ഡൗൺ സൈഡ് ക്ലോസ് വെച്ചത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പിന്നെ എൻട്രീസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അതായത് ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ടായിരുന്നു. സോ ഇൻ കേസ് നമുക്ക് ഈ ബ്രേക്കറിൽ ഡയറക്റ്റ് പോയി എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ ഈ ഫാൾ ഉണ്ടല്ലോ, അതായത് നമുക്കറിയാം ഇതിപ്പോ ബിയോസ് വെച്ചല്ലേ, ഹൈറ്റിലോ ഇതായിരിക്കുമല്ലോ അപ്പലോ, ഇങ്ങനെ വെച്ചിട്ട് ഈ 50% ഡയറക്റ്റ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. സോ ഈ രീതിയിൽ നമുക്ക് എൻട്രീസ് എടുക്കാമായിരുന്നു. ബട്ട് നമ്മൾ എന്ത് എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ടും ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ. സോ ഇതിലൊരു മിറ്റിഗേഷനും വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് എങ്ങനെ മിറ്റിഗേഷൻ കിട്ടുമെന്ന് വെച്ചാല്, ഇവിടെ നിന്ന് നമ്മൾ അഗൈൻ മാർക്കറ്റ് ഫാൾ ചെയ്യണം. ഇവിടെ നിന്ന് അഗൈൻ കയറി വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്ത് മാർക്കറ്റ് ഫാൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആന്റിസിപ്പേഷൻ ഉണ്ടായത്. ഇതുവരെ ഈ ഒരു രീതിയിൽ കിട്ടുന്നുള്ളതായിരുന്നു നമ്മുടെ വിചാരം ഉണ്ടായിരുന്നത്. സോ നമ്മളുടെ വ്യൂ ശരിയായാലും, മാർക്കറ്റിലുള്ള നമ്മളുടെ ഇപ്പോ വ്യൂ ശരിയായാലും, എൻട്രി ഓപ്പർച്യൂണിറ്റീസ്, എൻട്രി കണ്ടീഷൻസ് ബീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയില്ല, എൻട്രി കിട്ടിയില്ല. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1:6 ഒരു റിസ്ക് റിവാർഡ് ഉള്ള എൻട്രി ആണ് നമുക്ക് എന്തായി പോയത്, മിസ്സായി പോയത്. സങ്കടമില്ല. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ ഇതാണ് സോറി. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തെ ഡേന്റെ ഡിസിഷൻ പറയണം. ഇന്നത്തെ സംബന്ധിച്ചോളം നമുക്ക് വ്യൂ കറക്റ്റാണ്. 22-ാം തീയതി ജേർണലിംഗ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് എന്റെ ആന്റിസിപ്പേഷൻ ഫുള്ളി കറക്റ്റ് ആയിരുന്നു. സൂപ്പർവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് പ്രോപ്പറുള്ള ഒരു എൻട്രി മോഡൽസ് ഇല്ലാത്തതുകൊണ്ട് എൻട്രി എടുത്തില്ല. ഇവിടെ ഒരുപാട് ന്യൂനതകളുണ്ട്. ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡിലേക്ക് ഫേവർ ആയിട്ട് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. സോ ഇതിൽ പല ഏരിയാസ് ഒന്നും നമുക്ക് എൻട്രീസ് പ്ലേസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. ഉറപ്പായിട്ടും നല്ലൊരു റിസ്ക് റിവാർഡും നല്ലൊരു വിൻ റേറ്റും കിട്ടിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എൻട്രി ചെയ്തും കിട്ടില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോന്റെ, ഇന്നത്തെ ഒരു ജേർണലിംഗിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നാളെ ഇന്ന് എന്താണ് 23rd ഏപ്രിലിന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഹൈ പ്രോബബിലിറ്റി എന്നുള്ള കാര്യത്തെ പറ്റി സംസാരിക്കണം. താങ്ക് യു.